കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ ലാഭവും വരുമാനവും 30% കാഗറിൽ വളർന്ന 82.8 എന്ന ഹൈ റിട്ടേൺ ഓൺ ഇക്വിറ്റി നിലനിർത്തുന്ന ഏകദേശം 10 ലക്ഷം കോടി രൂപയുടെ അസറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ബ്ലൂ ചിപ്പ് IPO ഈ ആഴ്ച വിപണിയിലേക്ക് വരുന്നു. ICICI Prudential AMCയുടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാം. ഈ IPOയുടെ വിൻഡോ ഡിസംബർ 12 മുതൽ 16 വരെയാണ്. പ്രൈസ് ബാൻഡ് 2061 രൂപ മുതൽ 2165 രൂപ വരെയും. ഏകദേശം 10,600 കോടി സമാഹരിക്കുന്ന ഈ ഇഷ്യൂ പൂർണ്ണമായും ഓഫർ ഫോർ സെയിൽ വിഭാഗത്തിലാണ്. അതായത് ICICI Prudential AMC എന്ന കമ്പനിക്ക് ഈ ഇഷ്യൂ വഴി പുതിയ ഫണ്ടുകളൊന്നും ലഭിക്കുന്നില്ല. ICICI Prudential AMC ഒരു ബ്ലൂ ചിപ്പ് സ്ഥാപനമാണ്. ICICI ബാങ്കിൻ്റെയും Prudential കോർപ്പറേഷൻ്റെയും സംയുക്ത സംരംഭമാണ് ഇത്. ക്വാർട്ടർലി ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജർമാരിൽ ഒന്നാണ് ICICI Prudential AMC. 10 ലക്ഷം കോടിയിലധികം വരുന്ന ഡൈവേഴ്സിഫൈഡ് AUM ആണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ കരുത്ത്. എക്വിറ്റി, ഡെപ്റ്റ്, ETF, PMS എന്നിങ്ങനെ ഡൈവേഴ്സിഫൈഡ് പ്രോഡക്ട്സ് ഉള്ളതുകൊണ്ട് ഏത് വിപണി സാഹചര്യത്തിലും കമ്പനിയുടെ വരുമാനത്തിന് സ്റ്റെബിലിറ്റി ലഭിക്കുന്നു. പിയേഴ്സിനെ അപേക്ഷിച്ച് ഫിനാൻഷ്യൽ മെട്രിക്സിലെല്ലാം ICICI Prudential AMC മുന്നിട്ട് നിൽക്കുന്നു. ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കിയാൽ ICICI Prudential AMC കഴിഞ്ഞ 3 വർഷമായി ശ്രദ്ധേയമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ വരുമാനം ഈ കാലയളവിൽ ഏകദേശം 33% കാഗർ വർദ്ധിച്ചു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് PAT ആകട്ടെ 32% കാഗറിൽ വളർന്നു. QAAUM ഈ കാലയളവിൽ ഏകദേശം 32.7 കാഗർ നിരക്കിൽ വളർന്ന് 10 ലക്ഷം കോടിയിലെത്തി. ഈ ശക്തമായ വളർച്ചയിലും 82.8 എന്ന ഉയർന്ന റിട്ടേൺ ഓൺ എക്വിറ്റിയും ഈ സ്ഥാപനത്തിൻ്റെ മികച്ച ഓപ്പറേഷണൽ എഫിഷ്യൻസിയും ലോ ക്യാപിറ്റൽ റിക്വയർമെൻറ്റും എടുത്തു കാണിക്കുന്നു. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ മറ്റ് AMCകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ICICI Prudential AMCയുടെ വാല്യുവേഷൻ ഒരൽപ്പം ഹൈ ആണ്. എങ്കിലും ഈ പ്രീമിയം വിലയെ ന്യായീകരിക്കുന്ന ഘടകങ്ങൾ ICICI Prudential AMCയിലുണ്ട്. ഒന്നാമതായി കഴിഞ്ഞ 3 വർഷത്തെ ഹൈ ഗ്രോത്ത്. രണ്ടാമതായി മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന മാർജിൻ 82.8 എന്ന അവിസ്മരണീയമായ റിട്ടേൺ ഓൺ എക്വിറ്റി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ?